സിജോ, സായി, അഭിഷേക് 3 പേര് നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് മിക്കപ്പോഴും അവിടെ നിൽക്കുന്നത്. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ അഭിഷേക് നല്ലൊരു ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാനായിട്ട് പറ്റില്ല. സിജോയും സായിയും ഒക്കെ കൂട്ടാണെങ്കിൽ പോലും അവിടെ സിജോക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയിൽ കൂടെ അടിയിൽ കൂടെ അങ്ങനെ ഒരു പാര പണിയാൻ പറ്റി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് പണിയാറുണ്ട് അവിടെ അഭിഷേക്. ഇന്നിപ്പോൾ ടാസ്കിനിടയിൽ അവിടെ നന്ദനയ്ക്കിട്ടൊരു പണി കൊടുത്തിരുന്നു എല്ലാവരും കൂടിയിട്ട്. നന്ദന ക്യാഷിന് വേണ്ടിയിട്ടാണ്, വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടി അവിടെ അറ്റാക്ക് ചെയ്തു. വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും പിന്നെ പണപ്പെട്ടി എടുക്കാനാണോ ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ പണപ്പെട്ടി കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന ആൾ എന്തിനോ 1-ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ നന്ദന അത് ആകെ ഷോക്കായി. ഇതെങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ് നന്ദനയുടെ വിഷയം. ഇവിടെ നന്ദന ഇത് സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് സിജോയുടെ അടുത്തും സായിയുടെ അടുത്താണ്. അപ്പൊ ഇവര് പറഞ്ഞിട്ടാണ് എല്ലാവരിലേക്കും ഇത് എത്തിയത് എന്നാണ് നന്ദനയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിജോയുടെ അടുത്തും അതുപോലെ സായിയുടെ അടുത്തും നന്ദന പിണങ്ങി നടക്കാണ്. പ്രത്യേകിച്ച് സിജോയുടെ അടുത്ത്. സിജോയാണ് ഈ ടോപ്പിക് ആദ്യം പറഞ്ഞത് എന്നാണ് ഇപ്പം നന്ദന കരുതുന്നത്. അതുകൊണ്ട് സിജോ തന്നെ പറ്റിച്ചു, വിശ്വാസവഞ്ചന ചെയ്തു, ട്രസ്റ്റ് ഇഷ്യൂ വന്നു എന്നൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അഭിഷേക് അവിടെ ആരുമില്ലാത്ത സമയത്ത് നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നോട് ആരാണ് പറഞ്ഞത് ഇവരെയൊക്കെ വിശ്വസിക്കാനായിട്ട്? ഇതൊരു ഗെയിമാണ്, ഗെയിമിന്റെ പ്ലാറ്റ്ഫോമാണ്, ഇവരൊക്കെ ഗെയിമിന് വേണ്ടി എല്ലാം ഉപയോഗിക്കുമെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയെ ഉപദേശിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് സിജോനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നോട് ആരും പറഞ്ഞില്ല വിശ്വസിക്കാനായിട്ട്, നീ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യകതയില്ല, ഇനി നീ ഇവിടുന്ന് പണപ്പെട്ടി എടുത്ത് പോവുകയാണെങ്കിൽ ആൾക്കാർ മുഴുവൻ കളിയാക്കില്ലേ എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ട്. അപ്പൊ നന്ദന പറയുന്നുണ്ട്, ഇനി ഞാൻ പണപ്പെട്ടി എന്നുള്ള ഓപ്ഷൻ ഞാൻ മാറ്റിവെച്ചു, ഇനി എനിക്ക് 1-ാം സ്ഥാനം മതി, ഞാൻ ഇനി പണപ്പെട്ടി എടുക്കുന്നില്ല, എനിക്ക് പണപ്പെട്ടിയുടെ ആവശ്യമില്ല, എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൃത്തിയായിട്ട് അവിടെ ഒരു ഗെയിം അഭിഷേക് കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്.